നടക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് തീരെ പറ്റില്ല. പുറം വേദന ഭയങ്കര പ്രശ്ന. ഒട്ടും വയ്യപ്പോ. ഇവനാണെങ്കിൽ അവിടെ ഒരു സമാധാനവും തരുന്നില്ല. നമുക്ക് സുമിത്രയെ പോയിന്ന് കാണാം, സുമിയോടൊന്ന് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ സുമി എന്തിയേ? അവളെവിടെങ്ങാനും കാണും. മോളെ സുമി, സുമി ഇന്നാ മോളെ കലണ്ടറാ കരയോഗത്തിന്ന്. ഇന്നാ പിടിക്ക്. ആ ചൂളി താഴെ ഇടറി. അല്ല, ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? ഒരു ജോലിക്കൊക്കെ പോകണ്ടേ? വയസ്സ് 10-31 ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? നീ പോടാ. എന്താ അവക്ക് ഇത്ര ദേഷ്യം? ഒന്നും പറയണ്ട, അവളുടെ ഒരു ദേഷ്യം. കല്യാണം കഴിയുമ്പോ എല്ലാം ശരിയാവും. അവക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാ. സുമേഷ് മാസം മാസം കാശ് അയക്കുന്നുണ്ടാ ഇങ്ങനെയെങ്കിലും പോകുന്നത്. അവൻ അവിടെ നിന്ന് ഒരു TV അയച്ചെന്നു. എന്നാൽ അതിനൊരു കേബിൾ കണക്ഷൻ കൊടുക്കാൻ പറഞ്ഞാൽ അതിനും അവൾ സമ്മതിക്കുന്നില്ല. അവൾ ഇവിടെ ഇങ്ങനെ മുതുക്കിയായി പുറന്നറിഞ്ഞിരിക്കാനാ പരിപാടി. ഈ വീടിനെ പറ്റി അവൾക്ക് ഒരു വിചാരവും ഇല്ല. മാസത്ത് ജോലിക്കൊന്നും പോകാണ്ട് മടി പിടിച്ച അമ്മേനെ പ്രായം കൊണ്ട് അങ്ങ് ഇരുന്നോളൂ. അയ്യോ, അതൊക്കെ വീട് ചേച്ചി. ദേ സുമിത്രേ, എൻ്റെ അനിയനായതുകൊണ്ട് പറയല്ല കേട്ടോ. നല്ല ക്ഷമയുള്ള കൂട്ടത്തില്. അതുകൊണ്ടല്ലേ സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് ഇതുവരെ വന്ന കല്യാണാലോചനകളൊക്കെ വേണ്ടാന്ന് വെച്ചത്. വയസ്സ് 45 കഴിഞ്ഞു, ഇപ്പോഴാ കല്യാണം കഴിക്കാൻ പോതി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതേ, നമ്മുടെ സുമിക്ക് 33 വയസ്സ് കഴിഞ്ഞല്ലോ. അവളെ ഇങ്ങനെ നിർത്താനാണോ പരിപാടി? അപ്പൊ സൗകര്യം പോലെ നീ അവളെ പറഞ്ഞ് മനസ്സിലാക്ക്. അല്ല പിന്നെ ഡാ, ഇങ്ങോട്ട് വാടാ. ഈ പിശാച്ചിനെ തന്നെ കെട്ടണം ഈ മുതുക്കന്. ഇങ്ങോട്ട് നടക്കടാ. പോട്ടെ മോളെ. നീ ആരാന്നാടി നിന്റെ വിചാരം? മൂക്കലെ പല്ല് മുളയ്ക്കാറായി. അവനെങ്കിലും നിന്നെ കെട്ടാന്ന് സമ്മതിച്ചില്ല, അതന്നെ നിന്റെ ഭാഗ്യം. അയ്യേ, ആ കൊഷ്ണാപ്പനെയോ? അമ്മ തന്നെ കെട്ടിക്കോ. ഇത്രയും കാലം എന്നെ കെടുത്തത് പോരെ മോളെ. ഇനി നീ അമ്മേനെ കെട്ടിക്കാൻ നടക്കുന്നു. അസത്ത്. അതേ, അമ്മ തന്നെ കെട്ടിക്കോ കൃഷ്ണാപ്പനെ. ചേച്ചി, തീരെ വയ്യ മോനെ. ഞാൻ ഈ സ്വീറ്റ്സ് തരാൻ വേണ്ടി വന്നത്. മണ്ടം വിശ്വസിച്ചു. എന്നെ വീണ്ടും നാണം കെടുത്തിയപ്പോ സമാധാനമായല്ലോ നിനക്ക്? എങ്ങനെ നടന്നിരുന്ന ഞാനാ? നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതും പോയി. നീ ഇങ്ങനെ നടന്നോടി, ആർക്കും വേണ്ടാത്ത അസത്ത. ഇപ്പൊ കഴിക്കുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാൻ തോന്നണ്ടേ മനുഷ്യന്? അമ്മ ഇത്ര ലേറ്റ് ആയിട്ടാണോ ഭക്ഷണം കഴിക്കണേ? അമ്മ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിച്ചില്ല അസുഖം മാറില്ല കേട്ടോ. അവക്ക് അവിടെ എന്താ പണി? അമ്മയുടെ കാര്യം അവള് നോക്കുന്നില്ലേ? അവളവിടെ ഉണ്ടായിട്ട് എന്താ കാര്യം? ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കലിത്തുള്ളി ആടും. പേരിന് എന്തെങ്കിലും ഉണ്ടാക്കി തരും, വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ള മട്ടിൽ. ഇതൊക്കെ ആരോട് പറയാൻ മോനെ? അവക്ക് അവിടെ അതിന് മാത്രം എന്തോ പണിയിരിക്കുന്നേ? കേട്ടോ, അവളുടെ ഒരു ദേഷ്യം. ഇവിടെ ഒരു കേബിൾ കണക്ഷൻ വെക്കാൻ പറഞ്ഞിട്ട് അതിന് പോലും അവൾ കടിച്ചു തിന്നാൻ വരുവാ. ഞാൻ അയക്കുന്ന പൈസയൊക്കെ പിന്നെ അവൾ എന്താ ചെയ്യുന്നേ? അമ്മ ഒന്ന് ഫോൺ കൊടുത്തേ, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. മോൻ അത് ചോദിക്കേ. സുമേഷ് മോൻ വിളിക്കുന്നു. സ്പീക്കറിലിട. സുമേഷ് മോൻ വിളിക്കുന്നു. വയസ്സ് 33 ആയെന്ന് ഒരു വിചാരവും ഇല്ല. വരുന്ന ആലോചനകൾ മൊത്തം മുടക്കി മുതുക്കി. എന്താ സുമി, നീ അമ്മയുടെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കുന്നുണ്ടോ? അമ്മ ഈ കറക്റ്റ് ടൈമിന് മരുന്ന് കൊടുക്കുന്നുണ്ടോ? എന്താടി അമ്മയ്ക്ക് ഒരു കേബിൾ കണക്ഷൻ എടുത്തു കൊടുത്താൽ എന്താ അതിന്റെ പ്രശ്നം? ദേ സുമേഷേ, ഒന്നാമത് എനിക്കിവിടെ ഭ്രാന്ത് പിടിച്ചിട്ട് വയ്യ. നീ അയക്കുന്ന പൈസക്ക് ഇവിടെ മരുന്ന് പോലും വാങ്ങിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് നിന്റെ കേബിൾ കണക്ഷൻ. അപ്പൊ ഇതിനും മാത്രം ഞാൻ അയക്കുന്ന പൈസയൊക്കെ അങ്ങ് ചെലവായി പോവാണോ? അതെ, ഇവിടെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള പാടെ എനിക്കറിയൂ. അതിനിടയ്ക്കാണ് അവളുടെ ഒരു കണക്ക്. ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? പിന്നെ ഞാനാണോ ഇപ്പൊ കണക്ക് പറഞ്ഞത്? അതെ, നീ നിന്റെ ഇഷ്ടത്തിന് പൈസ ചെലവാക്കിയ പിന്നെ അമ്മയുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നോക്കാനാ? ഞാൻ എന്ത് ചെലവാക്കിയെന്ന് നീ പറയുന്നേ? ഈ വീടിന്റെ പുറത്തു പോലും ഞാൻ പോകാറില്ല, നിനക്കറിയോ? ഫോണിങ്. അതെ സുമി, നീ ഒച്ച എടുത്തിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഞാനും ഇവിടെ ഒരു കുടുംബം നോക്കുന്നുണ്ട്, എനിക്കില്ലല്ലോ ഇത്രയും ചെലവ്. നീ തോന്നിയ പോലെ കാശ് ചെലവാക്കിയിട്ട് ഇവിടെ ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അതെങ്ങനെയാ? സ്വന്തം കയ്യിൽ നിന്ന് കാശ് ചെലവാക്കുമ്പോഴല്ലേ അതിന്റെ വില അറിയുള്ളൂ. വല്ലോരുടെയും ചെലവിൽ ജീവിക്കുമ്പോ എന്തു ആവാലോ.
രഹസ്യങ്ങൾ ആരോടും അരുളരുതോ കുട്ടി മാരീഡാണോ? അല്ല സർ. ശരിക്കും? അതെ സർ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ മാത്രം. ഓ ആ അത് കൊള്ളാം, അത് കൊള്ളാം. ബ്രദറുണ്ട്, അയ്യോ ഗൾഫിലാ. ആ കണ്ട ഇത്ര പ്രായം പറയില്ല കേട്ടോ. ഓ വെരി വെരി യങ്, എന്നെ പോലെ. അയ്യോ ശരിക്കും ഒട്ടും പ്രായം പറയത്തില്ല. സർ എന്റെ പ്രൊഫൈൽ. ആ ആ അതോക്കെ, അതോക്കെ, ഓക്കെ. സർ ഇവിടെ ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ടെന്ന് കേട്ടു. പിന്നെ ഉണ്ട്. ബികോം TTC അല്ലേ? അതെ സർ. ഞാനിവിടെ ഇല്ലേ, ഞാൻ ശരിയാക്കാം. പിന്നെ കുട്ടിയെ പോലെ ഞാനും മാരിഡല്ല കേട്ടോ. എക്സ്ക്യൂസ് മീ സർ. സർ ഫയൽ. നിന്നെ ഇപ്പൊ ആരും കൊണ്ട് ക്ഷണിച്ചേ? ഞങ്ങളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കാൻ നിനക്കറിയില്ലേ? അവന്റെ ഫയലും കൊണ്ട് ഒരു ആത്മാർത്ഥ. ഇറങ്ങി പോടാ. അയാളുടെ ഒരു ഒലിപ്പിക്കല്. പേടിച്ചു പോയോ? ചുമ്മാ. ഞാൻ ആക്ച്വലി ഒരു ശാന്ത പ്രവൃത്തിക്കാരനാണ്. കൂൾ ഗൈ. പിന്നെ വർക്കിനിടയ്ക്ക് ചുമ്മാ ഇങ്ങനെ ഒരു പൊട്ടിത്തെളികളൊക്കെ ഉണ്ടാവും. That's our busy. സർ എന്റെ ജോലിയുടെ കാര്യം. ജോലി? ഏത് ജോലി? ക്ലർക്കിന്റെ. ഓ ഓക്കെ. ക്ലർക്ക് നാളെ ജോയിൻ ചെയ്യും. സുമിത്രേ. ആ ഊരി തെണ്ടി കഴിഞ്ഞോടി മുതുക്കി. Hey old lady. Don't call me Mudiki. Call me Miss Sumi. I'm now employed as a clerk in Kottayam Rural Bank, PVT Limited. പ്രായത്തിന്റെ മോളെ പേടിക്കണ്ട, ഡോക്ടറെ കാണിച്ചാൽ മതി. മുതുക്കി സുമിത്രേ, യുവതിയായ സുമിയെ ബാങ്കിൽ ക്ലർക്കിന്റെ ജോലിക്കായി നിയമിച്ചിരിക്കുന്നു. അപ്പൊ മൂത്ത മോനെയും മരുമോളെയും വിളിച്ച് പറഞ്ഞോളൂ. ഇനി സുമിയുടെ കാര്യം സുമി സ്വന്തമായി നോക്കിക്കൊള്ളാമെന്ന്. സർ മേ ഐ? ആ സുമി വരൂ. ജോയിൻ ചെയ്യാൻ റെഡിയല്ലേ? യെസ് സർ. സർ പീതാംബര, ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ്. നമ്മുടെ സ്റ്റാഫിനെല്ലാം പോയി ഒന്ന് പരിചയപ്പെടുത്തും. മേഡം നടന്നു ഞാനങ്ങ് വരാം. സാറേ ഇതാണ് പറഞ്ഞ ആള്. സാറെന്ത് പൊട്ടാ സാറേ? സാറ് വേണ്ട ഓരോരുത്തരെ പോയി പരിചയപ്പെടുത്തി കൊടുക്കാൻ. എന്നാലല്ലേ ഒരു ഏത് പീതാംബര എങ്ങനെയുണ്ട്? ലുക്കല്ലേ? കിടു. എന്ത് കിടു? സുമി കം. ഇത് ശോഭന, ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ്. ശോഭന സാറൊന്നും നല്ല സുന്ദരനായിട്ടില്ലേ? അതാണ് സാറേ. മതി, യവനോട് കൂടുതൽ ഇടപെടണ്ട. യവൻ മഹാവൃത്തിയിട്ടവനാ. പരനാറി. സാറൊരു ഈഗോ ഇല്ലാത്ത ആളാണ് കേട്ടോ. ചാക്കോ നമ്മുടെ പുതിയ ക്ലർക്കാണ്. ഹലോ സുമി. ചാക്കോ നമ്മുടെ ഈ സ്വർണ്ണ പണയത്തിന്റെ ഒക്കെ ഒരു സ്വർണം മാത്രമല്ല പണം എല്ലാം കൈകാര്യം ചെയ്യുന്ന ഇദ്ദേഹം. നീ പറയുന്നതിനിടയ്ക്ക് ഇത് പറയണ്ട. ആവശ്യമില്ലാതെ ഷൈനി ചെയ്യരുത് കേട്ടോ. സാറേ ഷൈനി. ആ ഷൈനി നിന്റെ ഷൈനി. ഇത് സുമി നമ്മുടെ പുതിയ ക്ലർക്കാണ്. യെസ് വരൂ. ഇത് ലോൺ ഓഫീസർ തനു. നമസ്കാരം. ഇത് കാഷ്യർ മൃദു. ഹായ്. ഒന്ന് മാറും. ആണ് വാ. ഇത് രേവതി
അസിസ്റ്റന്റ് മാനേജറാണ്. ഹായ്. സാറേ മുത്തുമണിവാണം കാണാൻ വന്നിട്ടുണ്ട്. ആ നില ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഓക്കെ. ഏത് മുത്തുമണി? സാറിങ് വാ. ഓ പറയാൻ പോളതുപോലെ. ഫേസ്ബുക്കിലുണ്ടോ? ഇല്ല. ഷേ, ഇന്നത്തെ കാലത്ത് ഫേസ്ബുക്കിലില്ലാതെ ഹൗ ഡു യു സർവൈവ് യാ? ഒരു ഫോട്ടോ എടുത്താലോ? നോക്കണേ. ശരിക്കും? യെസ്. താങ്ക് യു. പേരെന്താന്നാ പറഞ്ഞേ? സുമി. സുമി. ചില്ലിങ് അറ്റ് വർക്ക് വിത്ത് സുമി. കൊള്ളാം.